സമാധാന കരാറിൽ പ്രതീക്ഷയോടെ ലോകം. നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാൻ അമേരിക്ക സമാധാന കരാറിന് കാത്തു ലോകം. കരാറിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് മുതൽ ആണവ കരാർ വരെ ഇറാന്റെ $25 ബില്യൺ മരവിപ്പിച്ച ആസ്തി മോചിപ്പിക്കാനും ധാരണ. അന്തിമ കരാർ 60 ദിവസത്തിനുള്ളിൽ. ഒമാനിലെ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ ഇന്ത്യൻ നാവികൻ മരിച്ചു. മരണം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നെന്ന് ഇന്ത്യൻ എംബസി. ഫ്രീസർ സൗകര്യമില്ലാതെ മൃതദേഹം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടി കപ്പൽ ജീവനക്കാർ. AI രംഗത്ത് കൂടുതൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് UAE. ഡേറ്റ, ഡിജിറ്റൽ ഗവൺമെന്റ്, AI എന്നിവയ്ക്ക് പുതിയ അതോറിറ്റി പ്രഖ്യാപിച്ച ഭരണാധികാരി. ലക്ഷ്യം UAEയുടെ ഡിജിറ്റൽ പരിവർത്തനങ്ങളെ ഏകീകരിക്കുക. UAEയിൽ ഉച്ചവിശ്രമ നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ. ലക്ഷ്യം കടുത്ത വേനൽ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. നടപ്പാക്കുന്നത് തുടർച്ചയായ 22ാം വർഷം. വാർത്തകളിലേക്ക് വിശദമായി. ഇറാൻ അമേരിക്ക സമാധാന കരാറിന് കാത്തു ലോകം. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് മുതൽ എണ്ണ ഉപരോധ ഇളവ്, മരവിപ്പിച്ച ആസ്തി തിരികെ നൽകൽ, ആണവ കരാർ അടക്കമുള്ളവയാണ് അന്തിമ കരടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും സമ്മതിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാർ ചർച്ച ചെയ്യും. 106 ദിവസം നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അറുതിയാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. സമാധാന കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ഇരു രാജ്യങ്ങളും കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കരട് ധാരണ നിലവിൽ വന്നാൽ ഉടൻ തന്നെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി തുറന്നു കൊടുക്കുമെന്ന ധാരണയിലെത്തി. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ നാവിക ഉപരോധം USഉം പിൻവലിക്കും. അന്തിമ കരാർ എത്തുന്നതുവരെ ഇറാനുമേൽ പുതിയ ഉപരോധം ചുമത്തില്ലെന്ന് US സമ്മതിച്ചിട്ടുണ്ട്. നിശ്ചിത കാലത്തേക്ക് ഇറാന്റെ എണ്ണ ഉപരോധത്തിൽ US ഇളവും നൽകും. ഇത് എണ്ണ വിൽക്കാനും വരുമാനം നേടാനും ഇറാന് സഹായകമാണ്. ഇറാന്റെ $25 ബില്യൺ മരവിപ്പിച്ച ആസ്തിയും US മോചിപ്പിക്കും. നേരിട്ടുള്ള പണം കൈമാറ്റം, പ്രാദേശിക രാജ്യങ്ങളുടെ സഹകരണം, സാമ്പത്തിക ക്രെഡിറ്റ് ലൈനുകൾ എന്നിവയിലൂടെയാകും ഈ നീക്കം. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്നും സമ്മതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്തിമ കരാർ വരുന്നതുവരെ നിലവിലെ ആണവ നിലയം നിലനിർത്തും. യുറേനിയം സമ്പുഷ്ടീകരണം നടത്തില്ലെന്നും ആണവ കേന്ദ്രങ്ങൾ വികസിപ്പിക്കില്ലെന്നും ഇറാന്റെ ഉറപ്പുണ്ട്. അതേസമയം ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാനിൽ തന്നെ നേർപ്പിക്കാൻ US സമ്മതിച്ചു. അതെങ്ങനെ ചെയ്യുമെന്ന സംവിധാനം അടുത്ത 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്യും. ഇരു കക്ഷികളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചാൽ അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. യുറേനിയം നേർപ്പിക്കുന്നതിനുള്ള സംവിധാനവും അതിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക് NTV. ഒമാനിലെ ദുഃഖം തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ ഇന്ത്യൻ നാവികൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് കപ്പലിലെ ജീവനക്കാർ ആരോപിച്ചു. ഫ്രീസർ സൗകര്യമില്ലാത്തതുകൊണ്ട് മൃതദേഹത്തിന് മുകളിൽ തണുത്ത വെള്ളം നിറച്ച കുപ്പികൾ വെച്ചാണ് കേടുവരാതെ സൂക്ഷിക്കുന്നതെന്നും ജീവനക്കാർ പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കുന്നു. NT സെലസ്റ്റിയൽ എന്ന കപ്പലിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ നിശാന്ത് ഉയർദ്ദനാഥനാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് അദ്ദേഹം വൈദ്യസംബന്ധമായ സങ്കീർണതകൾ മൂലം മരിച്ചത് എന്ന് എംബസി സ്ഥിരീകരിച്ചു. മരണത്തിനിടയാക്കിയ കൃത്യമായ രോഗവിവരങ്ങൾ എംബസി പുറത്തുവിട്ടിട്ടില്ല. അതേസമയം സമയത്ത് ചികിത്സ കിട്ടാത്തതിനാലാണ് നിശാന്ത് മരിച്ചത് എന്ന് ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു. ജൂൺ 11 നിശാന്ത് മരിച്ചത് എന്നും 2 ദിവസമായി മൃതദേഹം കൃത്യമായി ഫ്രീസ് ചെയ്യാൻ പോലും ആകാത്ത സാഹചര്യത്തിലൂടെയാണ് കപ്പലിലെ ജീവനക്കാർ കടന്നു പോകുന്നത് എന്നും FCUI X പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. തണുത്ത വെള്ളം നിറച്ച കുപ്പികൾ അടുക്കി വെച്ചാണ് ജീവനക്കാർ മൃതദേഹം ജീർണിച്ചു പോകാതെ സൂക്ഷിക്കുന്നത് എന്നും ഇവരുടെ കുറിപ്പിൽ പറയുന്നു. ഇതേ കാര്യം കപ്പലിലെ മറ്റു ജീവനക്കാർ പുറത്തുവിട്ട വീഡിയോയിലുമുണ്ട്. പലവട്ടം ഡിസ്ട്രസ് കോളുകൾ നടത്തിയിട്ടും സമയത്തിന് മെഡിക്കൽ ഇവാക്വേഷൻ നടത്താനായില്ല എന്നും FCUI ആരോപിച്ചു. ജൂൺ 8 നിശാന്ത് രോഗബാധിതനായത്. തുടർച്ചയായി ഛർദ്ദിക്കുകയായിരുന്നുവെന്നും കപ്പൽ കമ്പനിയെ വിവരമറിയിച്ചുവെങ്കിലും പ്രതികരിച്ചില്ല. പിന്നീട് അബോധാവസ്ഥയിലായ നിശാന്ത് കപ്പലിൽ കിടന്ന് മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് NTV.
തീരത്ത് മുങ്ങിത്താഴാൻ തുടങ്ങിയ കപ്പലിൽ നിന്ന് 14 ഇന്ത്യക്കാരെ രക്ഷിച്ച US നാവികസേന. ഇന്ത്യൻ പതാക വഹിച്ച വിരാട് 1 എന്ന പായ്ക്കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഒമാനിലെ റാസൽ ഖദ്ദിൽ നിന്ന് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ കിഴക്ക് വെച്ചാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ US നാവികസേനയുടെ പട്രോൾ വിമാനം സ്ഥലത്തെത്തി കപ്പലിന് സമീപത്തേക്ക് ചങ്ങാടമിട്ട് കൊടുക്കുകയായിരുന്നു. കപ്പൽ മുങ്ങിത്തുടങ്ങിയതോടെ ജീവനക്കാർ ചങ്ങാടത്തിലേക്ക് മാറി. US വിമാനത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പരിസരത്തുണ്ടായിരുന്ന MV ജബൽ അലി 9 എന്ന ചരക്ക് കപ്പൽ ഉടൻ തന്നെ രക്ഷാദൌത്യത്തിൽ പങ്കുചേർന്നു. ലൈഫ് റാഫ്റ്റിലുണ്ടായിരുന്ന 14 പേരെയും കപ്പലിലേക്ക് കയറ്റി. രക്ഷപ്പെടുത്തിയ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAEക്കും ഖത്തറിനുമെതിരെ നടക്കുന്ന വ്യാജ മാധ്യമ പ്രചരണങ്ങളെ അപലപിച്ച അറബ് പാർലമെന്റും GCC കൗൺസിലും. ശരിയായ വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിക്കാത്ത അവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും അറബ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ യഹാമി പറഞ്ഞു. സംഘർഷങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ UAEയും ഖത്തറും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെറ്റായ വിവര പ്രചാരണങ്ങളെയും ഭിന്നത ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെയും അറബ് പാർലമെന്റ് ശക്തമായി നിരസിക്കുന്നുവെന്നും അൽ യമാഹി ചൂണ്ടിക്കാട്ടി. UAEയിൽ നാളെ മുതൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരും. കടുത്ത വേനൽ ചൂടിൽ നിന്നും തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. തുടർച്ചയായി 22ാം വർഷമാണ് UAE സുരക്ഷാ മുൻകരുതൽ നടപ്പിലാക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന ഉച്ചവിശ്രമ നിയമനിയന്ത്രണങ്ങൾ സെപ്റ്റംബർ 15 വരെ UAEയിൽ തുടരും. ഈ കാലയളവിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തുറസായ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ ചൂട് കഠിനമാവുന്ന മാസങ്ങളിൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം, നിർജ്ജലീകരണം, കടുത്ത ശാരീരിക ക്ഷീണം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഈ നിയമം കർശനമാക്കിയിട്ടുള്ളത്. നിലവിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പകൽ സമയത്തെ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെക്കാൻ കഴിയാത്ത റോഡ് ടാറിംഗ്, കോൺക്രീറ്റ് ജോലികൾ പോലെ ചില അടിയന്തര ജോലികൾക്ക് മാത്രമാകും ഉച്ചസമയത്ത് ഇളവുകൾ അനുവദിക്കുക. ജലം, വൈദ്യുതി എന്നിവ തടസ്സപ്പെടാതിരിക്കാനുള്ള അടിയന്തര അറ്റകുറ്റപ്പണികൾ, ട്രാഫിക്കിനെയോ പൊതുജനങ്ങളെയോ ബാധിക്കുന്നതിനാൽ പ്രത്യേക സർക്കാർ അനുമതിയോടെ ചെയ്യുന്ന പദ്ധതികൾ എന്നിവയ്ക്കും നിയമം ബാധകമല്ല. ഇളവുകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്കായി തണലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, എയർ കണ്ടീഷണർ അല്ലെങ്കിൽ കൂളിംഗ് സംവിധാനങ്ങൾ, ആവശ്യത്തിന് കുടിവെള്ളം, ORS പോലുള്ള ജലാംശം നിലനിർത്തുന്ന പാനീയങ്ങൾ, പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ കമ്പനികൾ നിർബന്ധമായും ഒരുക്കണം. നിശ്ചിത സമയങ്ങളിൽ നിയമം ലംഘിച്ച് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത പിഴയും മറ്റു നിയമ നടപടികളും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. NTV, അബുദാബി. UAEയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ, ഡിജിറ്റൽ ഗവൺമെന്റ് എന്നിവയ്ക്കായി പുതിയ അതോറിറ്റി പ്രഖ്യാപിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. UAEയുടെ ഡിജിറ്റൽ പരിവർത്തനങ്ങളെ ഒരു കുടക്കീഴിൽ ഏകീകരിക്കുകയാണ് അതോറിറ്റിയുടെ ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ ഗവേണൻസ്, ഡിജിറ്റൽ ഗവൺമെന്റ് എന്നിവയുടെ മേൽനോട്ടത്തിന് UAE സഹമന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലാമയുടെ മേൽനോട്ടത്തിലാണ് പുതിയ അതോറിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫെഡറൽ അതോറിറ്റി സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകി. രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങളെ ഒരു കുടക്കീഴിൽ ഏകീകരിക്കുകയാണ് അതോറിറ്റിയുടെ ലക്ഷ്യം. അതോറിറ്റി നേരിട്ട് മന്ത്രിസഭയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹമന്ത്രി അധ്യക്ഷനാകുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. കൂടുതൽ കാര്യക്ഷമമായ ഒരു സർക്കാരിനെ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും വരും തലമുറകൾക്ക് മികച്ച ഭാവി കെട്ടിപ്പടുക്കുന്നതിന് സാങ്കേതികവിദ്യ സഹായകമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ദേശീയ വികസനത്തിന് ആവശ്യമായ ദേശീയ പൊതുനയങ്ങൾ, നിയമനിർമ്മാണം, തന്ത്രങ്ങൾ എന്നിവ രൂപീകരിക്കുക, ഫെഡറൽ പ്രാദേശിക തലങ്ങളിൽ ഡിജിറ്റൽ സംരംഭങ്ങളും പദ്ധതികളും സംയോജിപ്പിക്കുക എന്നിവയാണ് അതോറിറ്റിയുടെ പ്രധാന ദൗത്യം. ഡിജിറ്റൽ നവീകരണത്തിനും സ്മാർട്ട് ഗവൺമെന്റ് സൊല്യൂഷനുകൾക്കുമുള്ള കേന്ദ്രമെന്ന നിലയിൽ
UAE ആഗോള നിലവാരം ഉയർത്താനും പുതിയ നീക്കം ഗുണകരമാകും. NTV ദുബായ്. ഹിജ്റ പുതുവർഷത്തോടനുബന്ധിച്ച് നാളെ ഷാർജയിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ബ്ലൂ സോൺ പാർക്കിംഗ് മേഖലയിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുക തന്നെ ചെയ്യും. ഹിജ്റ പുതുവർഷത്തോടനുബന്ധിച്ച് പൊതു അവധി പ്രഖ്യാപിച്ച തിങ്കളാഴ്ച പാർക്കിംഗും സൗജന്യമായിരിക്കുമെന്നാണ് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ബ്ലൂ സോൺ പാർക്കിംഗ് മേഖലയിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കും. സ്മാർട്ട് പാർക്കിംഗ് യാർഡുകളിലും പണമടച്ചുള്ള പൊതു പാർക്കിംഗ് മേഖലകളിലും പാർക്കിംഗ് ഫീസ് നൽകണം. ഷാർജയിൽ വാരാന്ത്യത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ചകളിലാണ് സൗജന്യ പാർക്കിംഗ്. ചൊവ്വാഴ്ച മുതൽ സാധാരണ നിരക്കിലുള്ള പാർക്കിംഗ് ഫീസ് പുനരാരംഭിക്കുമെന്നും SRTA അറിയിച്ചു. ദുബായിലും നാളെ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൾട്ടി സ്റ്റോറി പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒഴികെയുള്ള എല്ലാ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും പാർക്കിംഗ് നിരക്ക് ഈടാക്കില്ലെന്നാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചത്. ഞായറാഴ്ചയിലെ പതിവ് സൗജന്യ പാർക്കിംഗിന് പുറമെ തിങ്കളാഴ്ച കൂടി ഇളവ് ലഭിക്കുന്നതോടെ ദുബായിലെ താമസക്കാർക്ക് തുടർച്ചയായ 2 ദിവസത്തെ സൗജന്യ പാർക്കിംഗ് ലഭിക്കും. NTV ഷാർജ. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കർശനമാക്കി ഖത്തർ. നാഷണൽ വിഷൻ 2030യുടെ ഭാഗമായാണ് ഈ തീരുമാനം. നിലവിൽ സ്വകാര്യ മേഖലയിലുള്ള സ്വദേശികളുടെ പ്രാതിനിധ്യം 17% നിന്ന് 20% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. സ്വദേശിവൽക്കരണം ഖത്തറും ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തൊഴിലിടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളും അവസരങ്ങളും ഒരുക്കാൻ കമ്പനികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. സ്വദേശിവൽക്കരണ നയം പ്രോത്സാഹിപ്പിക്കാനായി 2026 ഖത്തർ നാഷണലൈസേഷൻ അവാർഡ് ഏർപ്പെടുത്തിയത് മേഖലയിലെ വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. മികച്ച തൊഴിലന്തരീക്ഷം ഒരുക്കുന്ന കമ്പനികൾക്കും കഴിവുള്ള സ്വദേശി ഉദ്യോഗസ്ഥർക്കും അവാർഡിലൂടെ അംഗീകാരവും പ്രത്യേക ആനുകൂല്യങ്ങളും ലഭിക്കും. ഇത് സ്വകാര്യ കമ്പനികൾക്കിടയിൽ സ്വദേശികളെ നിയമിക്കാനുള്ള ആരോഗ്യകരമായ മത്സരം വർദ്ധിപ്പിക്കും എന്നാണ് വിലയിരുത്തൽ. 2024 നിലവിൽ വന്ന പ്രൈവറ്റ് സെക്ടർ നാഷണലൈസേഷൻ ലോ ഇതിനായി ശക്തമായ നിയമപരമായ അടിത്തറ ഒരുക്കിയിട്ടുണ്ട്. സ്വദേശികളെ സ്വകാര്യ മേഖലയിൽ നിയമിക്കാൻ വ്യക്തമായ നിയമപരിരക്ഷയും ആനുകൂല്യങ്ങളും നിയമം ഉറപ്പാക്കുന്നു. തൊഴിലുടമകൾക്ക് സ്വദേശികളെ നിയമിക്കുന്നതിൽ പ്രോത്സാഹനങ്ങളും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വദേശികളെ മികച്ച തസ്തികകളിൽ നിയമിക്കാനും അവരുടെ കഴിവിന് അനുസരിച്ചുള്ള അവസരങ്ങൾ നൽകാനും ഈ നിയമ ചട്ടക്കൂട് കമ്പനികളെ നിർബന്ധിതരാക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനൊപ്പം സ്വദേശി യുവജനങ്ങൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതും ഈ നയത്തിലൂടെ ഖത്തർ ലക്ഷ്യമിടുന്നുണ്ട്. NTV ദോഹ. കുവൈത്തിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 1 ലക്ഷത്തോളം ക്യാപ്റ്റഗൺ ഗുളികകളും 5 കിലോഗ്രാം പൊടിയുമാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. കുവൈത്തിലെ കബ്ദ മേഖലയിലെ ഫാമിൽ പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ് കൺട്രോളാണ് മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിച്ചിരുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് സുരക്ഷാ സേന ഫാമിൽ റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ 5 കിലോഗ്രാം ക്യാപ്റ്റഗൺ നിർമ്മിക്കാനുള്ള അസംസ്കൃത പൊടി, ഗുളികകൾ നിർമ്മിക്കാനുള്ള യന്ത്രം, ഡിജിറ്റൽ ത്രാസ്, പാക്കിംഗ് ഉപകരണങ്ങൾ, വിതരണത്തിനുള്ള സാമഗ്രികൾ, ഒഴിഞ്ഞ ബാഗുകൾ എന്നിവയും കണ്ടെത്തി. തുടരന്വേഷണത്തിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ വലിയ തോതിലുള്ള ക്യാപ്റ്റഗൺ ഗുളികകൾ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രതികൾ സമ്മതിച്ചു. പരിശോധനയിൽ അവയും കണ്ടെടുത്തു. വിപണിയിൽ 5 ലക്ഷം കുവൈത്തി ദിനാർ വില വരുന്ന 1 ലക്ഷത്തോളം ക്യാപ്റ്റഗൺ ഗുളികകളാണ് പിടിച്ചെടുത്തത്. അറസ്റ്റിലായ പ്രതികളെയും പിടിച്ചെടുത്ത മയക്കുമരുന്നുകളും ഉപകരണങ്ങളും തുടർ നിയമ നടപടികൾക്കായി അധികാരികൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. NTV Kuwait City. NTV UAE to the world.